നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊടുങ്ങ സൈറൻ സ്പെഷ്യൽ സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ കൂദാശാകർമ്മം ഇരിങ്ങാലക്കുട രൂപതാ അധ്യക്ഷൻ പോളി കണ്ണൂക്കാടൻ നിർവഹിച്ചു. മരാധിഷ്ഠിത വ്യവസായവും ചെറുകിട ഫർണിച്ചർ മേഖലയും അടച്ചുപൂട്ടുവാനുള്ള വനം വകുപ്പിന്റെ ഉത്തരവിനെതിരെ സമരം നടത്തുമെന്ന് സോമിൽ ഓണേഴ്സ് അസോസിയേഷൻ. വാർത്തകൾ വിശദമായി. കൊടുങ്ങ സൈറൻ സ്പെഷ്യൽ സ്കൂൾ ഓഫ് മെന്റലി ഹാൻഡിക്യാപ്ഡ് പുതിയ കെട്ടിടത്തിന്റെ കൂദാശാകർമ്മം ഇരിങ്ങാലക്കുട രൂപതാ അധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമി മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും എന്നേക്കും. സത്യകർത്താവായ ദൈവം ഈ വിദ്യാഭവനത്തെയും ഇതിലെ അംഗങ്ങളെയും ആശീർവദിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഇവരെ കാത്തു രക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അങ്ങേ തിരുക്കുമാരൻ ജീവനുള്ള പ്രതിരൂപങ്ങളാകുവാൻ ഞങ്ങൾ തെരഞ്ഞെടുത്ത ദൈവമേ, ഈ രൂപത്തെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ മഹത്വത്തിന് പ്രതിഷ്ഠിക്കപ്പെടുന്ന ഈ രൂപം ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായുടെ ഓർമ്മ ഞങ്ങളെ ഇന്ന് നിലനിർത്തട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായി രൂപത്തിന് മുമ്പേ ഒരുമിച്ച് കൊടുമ്പോൾ അങ്ങ് ഞങ്ങളുടെ മധ്യത്തിലുണ്ടായിരിക്കണമേ. പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും പരിശുദ്ധരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പാവനാത്മ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ വിജയ CHF, മുൻ പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസ്ലിൻ, ഇടവക വികാരി ഫാദർ ടോം മാളിയേക്കൽ, അവാർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ലിജു പോൾ പറമ്പത്ത്, ചാലക്കുടി AEO വിനോദ് കുമാർ, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു അശോകൻ, സൈറൻ സ്കൂൾ ഡയറക്ടർ സിസ്റ്റർ ആൻസി പോൾ തുടങ്ങിയവർ പങ്കെടുത്തു. SNDP കൊടകര ശാഖയുടെ കുടുംബയോഗം ട്രസ്റ്റ് ചെയർമാൻ രാജൻ ബാബു ഉദ്ഘാടനം ചെയ്തു. KS പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. SSLCക്ക് ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ OP നാരായണൻ വിതരണം ചെയ്തു. കൺവീനർ PS സോമൻ, ശാഖാ സെക്രട്ടറി VC പ്രഭാകരൻ, ഉഷ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സ് എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി പുതുക്കാട് MLA-മാർക്ക് സ്വീകരണം നൽകി. CITU ജില്ലാ സെക്രട്ടറി MM വർഗീസ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. AS ഗിരീഷ്, EK കൃഷ്ണൻ, CA രാജീവ്, MK മോഹനൻ, KJ ജോയി, KK ഷാജൻ, PM ജോണി, ഷാജി തിലകൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മുകുന്ദപുരം താലൂക്കിൽ മരാധിഷ്ഠിത വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന 500ഓളം യൂണിറ്റുകൾ 24 മണിക്കൂറിനുള്ളിൽ അടച്ചുപൂട്ടണമെന്ന് അറിയിച്ച് വനം വകുപ്പ് അധികൃതർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുകയാണെന്ന് ഓൾ കേരള സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 30/6/2011 വന്നൊരു ഹൈക്കോടതി ഓർഡറിന്റെ വെളിച്ചത്തിൽ 24 hours 24 മണിക്കൂറിനുള്ളിൽ എല്ലാവരും അടച്ചുപൂട്ടണം. എല്ലാ മരക്കമ്പനികളും വുഡ് ഇൻഡസ്ട്രീസ്, വുഡ് മര വ്യവസായ യൂണിറ്റുകളെല്ലാം തന്നെ അടച്ചുപൂട്ടി നിർത്തലാക്കിക്കൊണ്ടുള്ള ഒരു ഓർഡറാണ് എല്ലാവർക്കും സെർവ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നടക്കുന്ന മീറ്റിംഗ് എത്രയും കമ്പനിക്കാരുടെ വിഷയത്തിൽ വന്നു കഴിഞ്ഞാൽ 25-30 വർഷം വരെ നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനം 24 മണിക്കൂറിനുള്ളിൽ അടച്ചുപൂട്ടെന്ന് പറയുന്ന ഒരു സ്ഥിതി ഇന്ന് നമുക്കിവിടെ ഉണ്ടായിരിക്കണം. NOCക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള 8500-ൽ പരം അപേക്ഷകൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ എംപവർ കമ്മിറ്റി തീരുമാനത്തിൽ കെട്ടിക്കിടക്കുന്നു. ഇന്ന് വരെ അതിന് ഒരു തീരുമാനം, ഒരു ഡിസിഷനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ എടുത്തിട്ടില്ല. വ്യവസായം തുടങ്ങുന്നതിന് വനം വകുപ്പ് NOC മുൻകാലങ്ങളിൽ നിർബന്ധമായിരുന്നില്ലെന്നും എന്നാൽ ഒരു ഘട്ടത്തിൽ നിർബന്ധമാക്കുകയും അപേക്ഷിച്ച വർഷങ്ങൾ കഴിഞ്ഞ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടും വനം വകുപ്പ് NOC നൽകാതിരിക്കുകയുമാണ് ചെയ്തു വരുന്നത്. ഈ നടപടിയിലൂടെ മരാധിഷ്ഠിത വ്യവസായവും ചെറുകിട ഫർണിച്ചർ മേഖലയും അടച്ചുപൂട്ടാൻ നിർബന്ധിതമായിരിക്കുകയാണ്. 10,000-കണക്കിന് തൊഴിലാളികളെ തൊഴിൽ രഹിതരാക്കി പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന ഈ നടപടി ഒഴിവാക്കണമെന്നും അല്ലാത്തപക്ഷം പ്രത്യക്ഷ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. KK വെങ്കിടാചലം, TV ജോസ്, TK ബാബു, ഷാജു കിഴക്കോടൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകര തേശ്ശേരി AUPS സ്കൂളിലെ PTA പൊതുയോഗവും മഴക്കാല രോഗനിവാരണ സെമിനാറും PTA പ്രസിഡന്റ് ഷാജിമോൻ വട്ടേക്കാടിന്റെ അധ്യക്ഷതയിൽ നടന്നു. പ്രധാനാധ്യാപിക KK കൊച്ചുറാണി, KA ബില്ലിജൻ എന്നിവർ പ്രസംഗിച്ചു. കൊടകര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ VK ജോഷി, സലീഷ് എന്നിവർ സെമിനാറിൽ ക്ലാസുകൾ നയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
സൈലന്റ് സ്പെഷ്യൽ സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ കൂദാശാകർമ്മം ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ പോളി കണ്ണൂക്കാടൻ നിർവഹിച്ചു. മരാധിഷ്ഠിത വ്യവസായവും ചെറുകിട ഫർണിച്ചർ മേഖലയും അടച്ചുപൂട്ടുവാനുള്ള വനം വകുപ്പിന്റെ ഉത്തരവിനെതിരെ സമരം നടത്തുമെന്ന് സോമിൽ ഓണേഴ്സ് അസോസിയേഷൻ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.